ഹലോ ഗായ്സ്, ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസം കേട്ടോ. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനും കാക്കും കൂടി ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എല്ലാ ഞായറാഴ്ചയും പതിവാണ്, പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ ആയിപ്പോയി. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴാണ് സാധാരണ പോവൽ. കോഴിക്കോടേക്കാണ് പോകുന്നത്. മെയിനായിട്ട് പോകുന്നത് ഈദൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, അങ്ങനെ ഡ്രസ്സ് എടുക്കാണ്ട്, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടീസൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരോ സൊറയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. നല്ല വെയിലിന്ന്, മഴക്കാലമാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. മഴയായാലും കുറ്റം, വെയിലായാലും കുറ്റം, നല്ല പെരും വെയിലായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ വിട്ടത് SM സ്ട്രീറ്റ് കേട്ടോ. അവിടെ പോയപ്പോൾ പെരും തിരക്ക്. ഒന്നാമത് സൺഡേ ആണ്, ഈദാണ്, അതിനെ കൊണ്ടേക്കാരം ഇങ്ങനെ തിരക്ക്. അങ്ങനെ ഫുള്ള് എന്താ പറയുക, ചൂടും പുകയും എടുത്താകെ ക്ഷീണിച്ചൊരു ദിവസം. അങ്ങനെ നമ്മളിങ്ങനെ ഓരോരോ ഷോപ്പ് കഴിഞ്ഞ് ടോപ്പ് മാളിലേക്ക് പോകാൻ നിന്ന്. ടോപ്പ് മാളിലേക്ക് അവിടെ അടുക്കാൻ കഴിയില്ല, അമ്മാതിരി തിരക്ക്. അപ്പം നമ്മളതേപടി ഇറങ്ങി നേരെ കഷ്കയ്ക്ക് വിട്ട്. കഷ്കയിൽ നല്ല തിരക്കുണ്ട്, എന്നാലും അത്യാവശ്യം വലിയ ഷോപ്പായതുകൊണ്ട് നമ്മളതിൻ്റെ ഉള്ളിൽ കയറി. ഇങ്ങനെ ഓരോരോ ഡ്രസ്സ് ഉണ്ട്, പക്ഷെ തിരഞ്ഞെടുക്കണം. എനിക്ക് പറ്റുമ്പോൾ കാക്കുവിന് പറ്റില്ല, കാക്കുവിന് പറ്റുമ്പോൾ എനിക്ക് പറ്റില്ല. അങ്ങനെ നമ്മൾ ഫുള്ള് തിരച്ചിലായി. നല്ല അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട്, എന്നാലും ഒരു എന്താ പറയുക, തിരക്കായതുകൊണ്ടാണ് തോന്നുന്നൊരു മൂടൊക്കെ പോയിട്ടോ ഡ്രസ്സ് എടുക്കാനുള്ളതൊക്കെ. ഫൈനലി പിന്നെ കിട്ടിയതൊന്നും അങ്ങ് എടുത്ത് പോകുന്നു. ഏതാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വ്ളോഗിൽ കാണാം. അത് കഴിഞ്ഞ് ക്യൂ നിൽക്കുകയാണിത്. ഇതാണ് അടിക്കുന്ന അവിടെ കേട്ടോ. ഇത്രയും തിരക്കിനോ. അപ്പോൾ ഒരു അരമണിക്കൂറോളം അവിടെ നിന്ന് നേരെ എല്ലോക്ക് കിട്ടും. എനിക്ക് ജീൻ കിട്ടിയിട്ടുണ്ടായില്ല, അപ്പോൾ അത് അവിടെയും ഉണ്ടായില്ല. അപ്പോൾ തിരിച്ചിങ്ങോട്ട് പോകുന്ന സുഡിയോ പോയി നോക്കി. നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടണമല്ലോ, അവിടെയും ഇല്ല. അവിടുന്ന് ഇറങ്ങി പിന്നെ നേരെ ബീച്ചിൽ പോയി. ആദ്യമായിട്ടാട്ടോ ഈ സമയത്ത് ബീച്ചിലെത്തുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ആയിട്ടും ഇങ്ങനത്തെ ഒരു കാഴ്ച ബീച്ചിൽ പോയിട്ട് കാണാൻ പറ്റിയില്ല. അങ്ങനെ അതിൽക്കൂടെയൊക്കെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഫുള്ള് നടത്തം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, ഞായറാഴ്ച ആയതുകൊണ്ടേക്കാരം ഫുള്ള് ഫാമിലിയും കുട്ടികളും. അങ്ങനെ ഫുള്ള് തിരക്ക്, എല്ലായിടത്തും തിരക്ക്. അങ്ങനെ കാക്കൂറിൻ്റെ അവിടെ കമ്മലൊക്കെ ഉണ്ട് വാങ്ങിക്കൊന്നൊക്കെ, തന്നെ അന്ന് നമ്മൾ ഇടാത്തതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല. പിന്നെ നല്ല ദാഹിച്ചപ്പോൾ ഒരു കുപ്പി വെള്ളം വാങ്ങാൻ വിചാരിച്ചു. അങ്ങനെ കാക്കു വെള്ളം വാങ്ങാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ പുറകെ കൂടെയൊക്കെ പോയി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചെറിയ മടി, അതൊക്കെ നമ്മൾ പിന്നെ മാറ്റി കൊടുക്കുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മളിതാട്ടോ ബീച്ചിലത്തെ അവസ്ഥ. ആദ്യം കുറച്ച് കടകളായിരുന്നു, ഇപ്പോൾ ഫുള്ള് കടകളായിക്ക്. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ കളിക്കാമല്ലോ എന്നുള്ളതിൽ ഇറങ്ങാൻ നിന്ന്, പക്ഷേ എന്താ തിരക്കുകൊണ്ട് ഒരു മടി. പിന്നെ അവിടുത്തെ കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു കേട്ടോ. ഒരു കുട്ടിയുണ്ടോ കളിക്കണേ, എന്ത് രസമല്ല. ഈ പ്രായത്തിലൊന്നും ഞാൻ ബീച്ചൊന്നും കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. കാക്കു പിന്നെ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ കിട്ടിയാൽ മതി എന്നുള്ളതിൽ നടക്കുകയാണ്. അങ്ങനെ ഒരു വീഡിയോ കിട്ടിക്കിട്ടെ ഞാൻ റീലിടാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ കാക്കു ആവശ്യമുള്ളതൊക്കെ ഇട്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ ബീച്ചിൽ വന്നിട്ട് കുതിരനെ കാണുന്ന ഫസ്റ്റ് ടൈം. അങ്ങനെ ആ കുതിരനെ കുറച്ചിട്ട് നോക്കിന്ന് ഫുള്ള് ആസ്വദിച്ച് ഇങ്ങനെ ഓരോരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. കാക്കു പൊരിഞ്ഞ വീഡിയോ എടുക്കലാണ്. നല്ലൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഉപ്പിലിട്ട് തിന്നാനാണല്ലോ ബീച്ചിൽ വരുന്നത്. അങ്ങനെ ഒരു ഉപ്പിലിട്ട പൈനാപ്പിളും വാങ്ങി തിന്ന്. കാക്കുവിന് ഞാൻ വീഡിയോ എടുക്കാനും ഏൽപ്പിച്ചിട്ട് ഇത് വാങ്ങാനും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇങ്ങനെ. അത് കഴിഞ്ഞ് കാക്കു പിന്നെ ചായ വാങ്ങി തന്ന്. കാടമുട്ട, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാടമുട്ട തിന്നുന്നത്. എനിക്ക് വലിയ ഇഷ്ടമായിക്കൊന്നുമില്ല. പിന്നെ മുട്ട തിന്നാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ ഇഷ്ടമായില്ല. പിന്നെ എനിക്ക് പഴംപൊരിയും ഉള്ളിവടയും വാങ്ങിയിരുന്നു. അന്നേരം ഞാൻ പിന്നെ ഉള്ളിവട കേട്ടോ അയച്ചത്. എനിക്ക് പഴംപൊരി മധുരം രണ്ടും ഇല്ല, താല്പര്യം ഉണ്ടായില്ല. ഉള്ളിവട ആയപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ടോ. പക്ഷേ ചൂടില്ലാത്തതുകൊണ്ട് വലിയ രസമൊന്നും ഉണ്ടായില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും, മെയിനായിട്ട് അതന്നെ, ഫോട്ടോസും വീഡിയോസും തന്നെ എടുക്കുക. പിന്നെ ഞാനൊരു ഫോട്ടോ ഉദ്ദേശിച്ചതാണ്, അപ്പോഴത്തേക്ക് കാക്കു വന്ന് ഇതാക്കി എടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ചായ കുടിച്ച്. ഞാനൊരു കോഫിയും കാക്കു ഒരു ബൂസ്റ്റ് ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ല, ചായ അടിപൊളി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ബീച്ചിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. അങ്ങനെ ഓരോരോ കഥയൊക്കെ പറഞ്ഞ് ഞാനൊരു കഥ പറയാൻ പറഞ്ഞപ്പോൾ പറയുന്നതാണ്, ഇതാണോ പണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്ത് ഞാൻ ഒഴിവാക്കും. ഫോണിൽ തന്നെ എപ്പോഴും നോക്കിയിട്ടുണ്ടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയാം കേട്ടോ.
അപ്പോൾ ആ എടുത്ത റീലിന് പാട്ട് തപ്പുക മൂപ്പര്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഈ സമയം ഞങ്ങളിങ്ങനെ പറയാം കേട്ടോ, ഈ സമയത്ത് സാധാരണ നമ്മൾ വരുത്താണ്, പക്ഷെ ഇന്ന് നമ്മൾ പോവുകയാണ്, മെച്ചുണ്ട് പറഞ്ഞിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകട്ടെ. പിന്നെ അങ്ങനെ പോയി കഥയും പറഞ്ഞ് കുറ്റവും പറഞ്ഞ് അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ആഗ്രഹം, ഞങ്ങളിതുവരെ ഡ്രീം കേക്ക് ഒന്നുമില്ല. അപ്പം അങ്ങനെ ഹണി കേക്കിലേക്ക് കയറാൻ വിചാരിച്ച് കയറി. അങ്ങനെ അവിടെ മെല്ലെ പാർക്ക് ചെയ്ത് കയറിയൊക്കെയപ്പോൾ അവിടെ ഓർഡർ ഉള്ളത് മാത്രമേ ഉള്ളൂ, കാരണം ഇപ്പം അങ്ങനെ പോകാത്തതുകൊണ്ട്. പിന്നെ കുറേ കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി 2 മണിക്കൂറൊക്കെ കഴിയുന്നതാണ്. അത് കഴിഞ്ഞ് അനിയനെ കാണാനുണ്ടായിരുന്നു. അതാട്ടോ ഓനാട്ടോ ഈ നിൽക്കുന്നത്. ഓൻ ഞങ്ങളെ കണ്ട്, ഓനൊരു മാർക്കറ്റിൽ ഇപ്പോൾ ജസ്റ്റ് പഠിക്കുമ്പോൾ നിൽക്കുകയാണ് പാർട്ട് ടൈമായിട്ട്. അതിന് അവിടെ കയറിയതല്ലേ വിചാരിച്ച് കുറച്ച് സാധനങ്ങൾ എടുക്കാം, റൂമിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫുള്ള് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഓരോന്ന് മെയിനായിട്ട് റൂമിലേക്കുള്ള സാധനങ്ങൾ, വാഷിങ്ങിൻ്റെ സാധനം, അങ്ങനെ എല്ലാവരും ചില്ലറ കേട്ടോ. ആകെ വാങ്ങിയത് ഇതാണ്, ഇതൊന്നല്ല കേട്ടോ, കുറച്ചും കൂടി ഉണ്ട്. എന്താ എടുക്കണ്ടേ തിരിയുന്നത്, നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കടയിൽ. അങ്ങനെ ഓരോരോ സെക്ഷൻ കാക്കുന്ന പാൻറ്റൊക്കെ നോക്കണ്ടേനു, വെറുതെ നോക്കുക കേട്ടോ. ഞാൻ പിന്നെ എനിക്കിത് വാങ്ങിത്തരുമോ ചോദിച്ചപ്പോൾ എടുത്തിട്ടോ പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് 2-3 എടുത്തിട്ട്, പക്ഷെ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. എങ്ങനെയാണ് കൊണ്ടുപോയി, നമ്മൾ സ്കൂട്ടറിലല്ല വന്നത്, എല്ലാം പാടെ കൊണ്ടുപോകലൊന്നും നടക്കൂല. അപ്പം അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിയിട്ട് കേട്ടോ. കാക്ക് ചെറിയ സീരിയസ് ആയിട്ടാണ് എന്ന് വെച്ചാൽ ഞാൻ വെറുതെ ചോദിച്ച, ഒന്നാമത് സ്കൂട്ടറിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആക്കം പോലെ ഇങ്ങനെ മെല്ലെ പോയാൽ മതിയാണ്. കാരണം എത്തിയിട്ട് വലിയ പരിപാടിയൊന്നുമില്ല, സൺഡേ അല്ലേ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ മന്തി ഹൗസ് കയറി. അവിടുത്തെ പെരി അൽഫാം നല്ല രസമാട്ടോ. ഒരു വട്ടം കഴിച്ചത്, പക്ഷേ എപ്പോഴും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അതിനും കൊണ്ട് ഈ പ്രാവശ്യം ചീറ്റിപ്പോയി, ഉദ്ദേശിച്ച സാധനം കിട്ടില്ല. പിന്നെ രാത്രി ഫുഡ് ഇപ്പോൾ അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് വലിങ്ങനെ ഇറങ്ങിയില്ല, എന്നാലും ഞാൻ കഴിച്ചിട്ടോ. അങ്ങനെ രണ്ടാളും കാക്കു ബീഫ് എന്നിട്ടോ പറഞ്ഞത്. അങ്ങനെ ബീഫും ഞാൻ ഞാൻ പിന്നെ ബീഫ് അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് പെരി ചിക്കൻ, പക്ഷെ വലിയ അന്നത്തെ അത്ര പോരാ. അപ്പോൾ ആ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ വീട്ടിലേക്ക് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ എത്താനായിട്ടോ. അങ്ങനെ ഓരോരോ കഥയും പറഞ്ഞ് പാട്ടൊക്കെ പാടി ആക്കും പോലെ ഞങ്ങൾ പോയി. അപ്പം ശരി, ഓക്കെ, ബൈ ഓൾ.